അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം മുതൽ യേശുവിൻ്റെ ഗിരിപ്രഭാഷണമാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഗിരിപ്രഭാഷണത്തിൽ ആരാണ് ഭാഗ്യവാന്മാർ എന്ന് ഒരു വലിയ നീണ്ട നിര യേശുക്രിസ്തു അവിടെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാറുമില്ലാതെ പോയാൽ അതിന് എന്തെന്നുകൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ടു മനുഷ്യൻ ചവിട്ടുവാൻ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. രണ്ട് പ്രധാന കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്നാൽ സമയപരിധിയിൽ നിന്നുകൊണ്ട് ഈ വീഡിയോയിൽ ഒരു കാര്യം മാത്രം സംസാരിച്ച് മുൻപോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ 5-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴേക്കുള്ള വാക്യത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്: ഒന്ന്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. രണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് സംസാരിക്കാൻ സമയമില്ല. മറ്റൊരു അവസരത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ഉപ്പിനെ കുറിച്ച് നിങ്ങളൊന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശുക്രിസ്തു പുരുഷാരത്തെ നോക്കി പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചില പഠനങ്ങൾ, ചില ചിന്തകൾ, ചില ആത്മീകമായ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കാൻ ഈ സമയത്ത് ദൈവം ഇടയാക്കി തീർക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അതിൽ ഒന്ന് മാത്രം നാം ചിന്തിക്കുമ്പോൾ രണ്ടും കൂടെ സംയോജിപ്പിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ അന്തസത്ത ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒറ്റ വാക്കിൽ ചില ചിന്തകൾ ഞാൻ പറയുന്നത്: ഒന്ന്, ഭൂമിയുടെ ഉപ്പും; രണ്ട്, ലോകത്തിന്റെ വെളിച്ചവും. ഭൂമിയും ലോകവും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഭൂമിയും ലോകവും ഒന്നല്ല, അത് രണ്ടും രണ്ടാണ്. നാം ഉപ്പായിരിക്കേണ്ടത് ഭൂമിയിലും നാം വെളിച്ചമായിരിക്കേണ്ടത് ലോകത്തിലുമാണ്. എന്താണ് ഭൂമി? എന്താണ് ലോകം? ഭൂമി എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഫിസിക്കലായിട്ടുള്ള ഈ എർത്തിന്റെ അപ്പിയറൻസിനെയാണ് ഭൂമി എന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. എർത്ത്. ഇനി എന്താണ് ലോകം? വേൾഡ്. വേൾഡ് എന്ന് പറയുന്നത് അത് ഭൂമിയല്ല, അതൊരു സിസ്റ്റമാണ്. മനുഷ്യനെയും മനുഷ്യ സമൂഹത്തെയും ജീവികളെയും സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് സത്യത്തിൽ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയും ലോകവും രണ്ടും രണ്ടാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു സമയത്തിൽ വിശദമായി പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നത്: ഭൂമിയല്ല, ലോകം. അപ്പോൾ നമ്മൾ ഉപ്പായിരിക്കേണ്ടത് ഭൂമിക്കും നമ്മൾ വെളിച്ചമായിരിക്കേണ്ടത് ലോകത്തിനുമാണ്. ഇന്നത്തെ ചിന്താവിഷയം ഉപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് മാത്രം ചില കാര്യങ്ങൾ നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഭൂമി എന്ന് പറയുന്നത് എന്തിനെ ചിത്രീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യകുലത്തെ, മനുഷ്യവംശത്തെ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഉപ്പ് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നെ കാണിക്കുന്നു, നമ്മെ ഓരോരുത്തരെയും കാണിക്കുന്നു. ഭൂമി എന്താണെന്നും ഉപ്പ് എന്താണെന്നും കൃത്യമായി തിരുവചനത്തിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഉപ്പിനെ ഉപ്പാക്കി മാറ്റുന്നത് അതിൻ്റെ സ്വഭാവ സവിശേഷത കൊണ്ടാണ്, നിറം കൊണ്ടല്ല, രൂപം കൊണ്ടല്ല. ഉപ്പിനെ ഉപ്പാക്കി മാറ്റുന്നത് അതിൻ്റെ രുചി കൊണ്ടാണ്. ഉപ്പിന്റെ സവിശേഷതകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി ക്വാളിറ്റീസ് ഉപ്പിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് രുചി വരുത്തുന്നതാണ്, അതൊരു പ്രിസർവേറ്റീവ് ആണ്, അതൊരു മരുന്നാണ്. ഇങ്ങനെ പല ക്വാളിറ്റികൾ ഉപ്പിനുണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം ഉപ്പ് എന്നതായതുകൊണ്ട് തന്നെ ഉപ്പ് എന്താണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് നമ്മൾ ഓരോരുത്തരുമാണ്. യേശു നമ്മളെ നോക്കി പറയുകയാണ്, നിങ്ങൾ ഉപ്പാകുന്നു എന്നും. ഇത് എന്നെ വിരൽ ചൂണ്ടി, നിങ്ങളെ വിരൽ ചൂണ്ടി യേശു സംസാരിക്കുമ്പോൾ ഉപ്പ് എന്താണെന്ന് നമുക്ക് യഥാർത്ഥമായി അറിയാം. പക്ഷെ ഇവിടുത്തെ വലിയൊരു ചോദ്യം, നാം തിരുവചനം പഠിക്കുമ്പോൾ അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിന്റെ അന്തസത്ത മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിന്റെ വെളിപ്പാടുകൾ, അതിന്റെ ചിന്തകൾ എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാം പഠിക്കേണ്ടത് ഉപ്പ് എന്താണ് എന്നുള്ളതല്ല. യേശു ഇവിടെ പറയും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഭാഗം പ്രധാനമായും യേശു പഠിപ്പിക്കുന്നതും ഉപ്പ് കാരമില്ലാതെ പോയാൽ പിന്നെ അതിന് എന്തെന്നുകൊണ്ട് രുചി വരുത്താൻ, പുറത്ത് കളഞ്ഞ് ചവിട്ടിക്കളയാൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നാം ഭൂമി എന്താണ് എന്നുള്ളതല്ല, ഉപ്പ് എന്താണെന്ന് ഉള്ളതല്ല, ഉപ്പിന്റെ കാരം എന്താണ് എന്നുള്ളതാണ് നാം സത്യത്തിൽ പഠിച്ചിരിക്കേണ്ട യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഈ തിരുവചനത്തിൽ നിന്ന് ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ചില ചിന്തകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഉപ്പ്? അത് ഞാനാണ്, അത് നിങ്ങളാണ്. എന്താണ് കാരം? അതാണ് ഏറ്റവും മൂല്യമുള്ള ഉപ്പിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ കാരമില്ലെങ്കിൽ ഉപ്പ് ഉപ്പല്ലാതായി മാറുകയാണ്. ഞാനും നിങ്ങളും ഉപ്പാകുന്നു എന്ന് യേശു ക്രിസ്തു സ്പഷ്ടമായി വിളിച്ചു പറയുമ്പോൾ എൻ്റെ ആകൃതിക്കോ രൂപഭംഗിക്കോ എൻ്റെ നിറത്തിനോ സൗന്ദര്യത്തിനോ അല്ല പ്രത്യേകത. ഞാൻ എങ്ങനെ ഇരിക്കുന്നവനാണെങ്കിലും എന്നിൽ നിന്നും പുറത്തു വരുന്ന കാരത്തിനാണ് പ്രത്യേകത. അതാണ് എന്നെ ഞാൻ ആക്കി മാറ്റുന്നത്. എന്താണ് കാരം? ഇറ്റ്സ് മൈ ക്യാരക്ടർ.
അതെന്റെ ബിഹേവിയറാണ്, എൻ്റെ സ്വഭാവ സവിശേഷതയാണ് എന്നിലുള്ള കാരം എന്ന് പറയുന്നത്. ഞാൻ എത്ര നിറമുള്ളവനാണെങ്കിലും, എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിലും, എത്ര പ്രാപ്തിയും കഴിവും ഉള്ളവനാണെങ്കിലും, എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുന്ന കാരം എന്ന് പറയുന്നതും, എൻ്റെ ജീവിതത്തിൽ നിന്നും പുറത്തു വരുന്ന സ്വഭാവം എന്ന് പറയുന്നത് അത് ഗുണമല്ലതല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? നിറത്തിലല്ല കാര്യം, ഗുണത്തിലാണ്. രൂപത്തിലല്ല കാര്യം, സ്വഭാവത്തിലാണ്. ഉപ്പിന് ഇത്രമാത്രം സവിശേഷതകൾ ഉള്ളപ്പോൾ ഉപ്പിന്റെ കാരം പുറത്തു കൊണ്ടുവരുന്നത് അതിനുവേണ്ടി അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഉപ്പ് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളതിന് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിത രീതികളിൽ. നമ്മൾ ഉപ്പാണെങ്കിൽ ഉപ്പിനല്ല പ്രത്യേകത, ഉപ്പിൽ നിന്നും പുറത്തു വരുന്ന കാരത്തിനാണ്. അതിന്റെ ക്യാരക്ടറാണ്, അതിന്റെ സ്വഭാവമാണ്. ആ സ്വഭാവം ഗുണം ചെയ്യുന്നത് ഒരിക്കലും എനിക്കല്ല, ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്കാണ്, ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കാണ്. അതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും പുറത്തു വരുന്ന കാരം, എന്നിൽ നിന്നും പുറത്തു വരുന്ന നല്ല ഗുണങ്ങൾ അത് എനിക്ക് വേണ്ടിയുള്ളതല്ല, ഞാനുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് അനുഗ്രഹമായി മാറേണ്ടതിന് വേണ്ടി. എന്നെ രുചിക്കുന്നവർ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് നല്ലത് ചിന്തിക്കുവാനും, നല്ലത് മനസ്സിലാക്കുവാനും, സ്നേഹത്തോടെ ഇടപെടുവാനും, എൻ്റെ ഗുണത്തെ അവർ തിരിച്ചറിയുന്ന മേഖലയിലേക്ക് കാര്യങ്ങൾ തിരിയേണ്ടതിനും എൻ്റെ ഗുണങ്ങൾ മാറട്ടെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? നാം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സെൽഫിഷായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ. പക്ഷെ ഒരു ഉപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ സെൽഫിഷായി ജീവിക്കുക എന്നുള്ളതല്ല, അവൻ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൊണ്ടും, എൻ്റെ പ്രവൃത്തി കൊണ്ടും, എൻ്റെ സ്വഭാവം കൊണ്ടും, എൻ്റെ ചിന്ത കൊണ്ടും, എൻ്റെ കാരത്തെ ഞാൻ പുറത്ത് കാണിക്കുമ്പോൾ അത് എനിക്കല്ല, എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാനും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാനും നമുക്ക് കഴിയുമോ? യേശു പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഉപ്പാണെങ്കിൽ ഉപ്പിനല്ല പ്രത്യേകത, ഉപ്പിൽ നിന്ന് പുറത്തു വരുന്ന സ്വഭാവത്തിനാണ് പ്രത്യേകത. ഉപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ടേസ്റ്റ് ആണെങ്കിൽ, ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ അതിന് എന്തിനു കൊള്ളാം? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് ചില രുചിച്ചറിയട്ടെ. കാണുമ്പോൾ അനുഭവിക്കുന്നത് പോലെയല്ല, നിങ്ങളുടെ സംസാരത്തിൽ നിന്ന്, നിങ്ങളുമായി സമീപിക്കുമ്പോൾ, നിങ്ങളുമായി അടുത്തിടപഴകുമ്പോൾ നിങ്ങൾ ആരാണെന്ന്, നിങ്ങളുടെ രുചി എന്താണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയട്ടെ. ഒരു വ്യക്തി എന്നെ മനസ്സിലാക്കുന്നത് എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് കൊണ്ടല്ല. എന്നെ കാണുമ്പോൾ ഒരുപക്ഷെ ഞാൻ നല്ലവനാകാം, കൊള്ളാവുന്നവനാകാം, എന്നിരുന്നാൽ തന്നെ ഞാനുമായി സമീപിക്കുമ്പോഴാണ് ഞാൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് വ്യക്തമാക്കുന്നത് എൻ്റെ സ്വഭാവമാണ്. നമ്മുടെ സ്വഭാവത്തിലൂടെ മറ്റുള്ളവർ നമ്മെ തിരിച്ചറിയട്ടെ നമ്മൾ ആരാണെന്ന്. എല്ലാവരെയും സ്നേഹിപ്പാനും, എല്ലാവരുമായി സഹകരിപ്പാനും, നമ്മൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരാനും നമ്മുടെ ജീവിതത്തെ ഒരു നല്ല ഉപ്പായി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ ഉപ്പിനെ ഉപ്പായി നാം രുചിച്ചറിയുന്നത്, നാം തിരിച്ചറിയുന്നത് ഈ ഉപ്പിന്റെ പ്രോസസ്സിലൂടെയാണ്. ഒത്തിരി പ്രോസസ്സുകൾ കഴിഞ്ഞാണ് ഈ ഉപ്പ് എന്ന സ്റ്റേജിലേക്ക് വരുന്നത്. രണ്ട് രീതിയിലാണ് പ്രധാനമായും ഉപ്പിനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ഒന്ന്, സമുദ്രത്തിൽ നിന്നും വേർതിരിക്കുന്ന ഉപ്പ്. രണ്ട്, ഉപ്പ് മലകളിൽ നിന്നും പൊട്ടിച്ച് വേർതിരിച്ചെടുക്കുന്ന ഉപ്പ്. ഇതിൽ ഏകദേശം വളരെ കൂടുതൽ ശതമാനവും സമുദ്രത്തിൽ നിന്നാണ് ഉപ്പിനെ വേർതിരിച്ചെടുക്കുന്നത്. അതിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഉപ്പിനെ ഉപ്പാക്കി മാറ്റുന്നതും, ഉപ്പിനെ വേർതിരിച്ചെടുക്കുന്നത്, ഉപ്പിനെ പല സ്ഥലങ്ങളിലേക്കും എക്സ്പോർട്ട് ചെയ്യാനും പല ഭവനങ്ങളിൽ ഉപയോഗിക്കാനും എൻ്റെ കരങ്ങളിലേക്ക് എത്തിക്കുന്നത് ഉപ്പിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. കടലിൽ നിന്നും അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ആ ഉപ്പ് ഉപ്പായി മാറുന്നതും പല സ്ഥലങ്ങളിലേക്ക് നിയോഗത്താൽ പോകുന്നതുമെങ്കിൽ ഒരു സെപ്പറേഷനാണ് ആ ഉപ്പിനെ ഉപ്പാക്കി മാറ്റുന്നത്. എവിടെ നിന്ന്? കടലിൽ നിന്ന്. കടൽ എന്തിനെ കാണിക്കുന്നു? അത് ലോകത്തെ കാണിക്കുന്നു. വചനപ്രകാരം ഈ സമുദ്രം, കടൽ ലോകത്തെ കാണിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സെപ്പറേഷനാണ് ഞാൻ ആരാണെന്ന് തെളിയിക്കുന്ന അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നതെങ്കിൽ, ഞാൻ ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ, ഞാൻ വേർപെടേണ്ടതിൽ നിന്ന് വേർപെട്ട്, ഞാൻ പിന്തിരിയേണ്ടതിൽ നിന്ന് പിന്തിരിഞ്ഞ്, വിട്ടുമാറേണ്ടതിനെല്ലാം വിട്ടുമാറി ഒരു സെപ്പറേഷൻ എൻ്റെ ലൈഫിൽ സംഭവിക്കുമ്പോൾ ഞാൻ യഥാർത്ഥ ഉപ്പായി മാറുകയും മറ്റുള്ളവർക്ക് ടേസ്റ്റ് ചെയ്യത്തക്ക രീതിയിലേക്ക് ഞാൻ മാറ്റപ്പെടുകയും ചെയ്യും. ഈ ഉപ്പ് കടലിൽ കിടക്കുമ്പോൾ ഉപ്പ് തന്നെയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് അതിനെ കാണാനോ ആസ്വദിക്കാനോ അതിന്റെ സ്വഭാവം മനസ്സിലാക്കാനോ പുറത്തു വരുവാനോ കഴിയാത്തതുപോലെ ഞാൻ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സമയത്താണ് എന്നെ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സമയത്താണ് എന്നെ കടകളിലേക്ക് എത്തിക്കുന്നത്, എന്നെ ചില ഭവനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഭവനത്തിലുള്ളവർ എന്നെ ഒന്ന് രുചിച്ചു നോക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സെപ്പറേഷൻ സംഭവിക്കുന്നത്? ആ സെപ്പറേഷനിലാണ് ഞാനായി മാറുന്നത്. എന്താണ് ഈ സെപ്പറേഷൻ? ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായത്തിന് 34-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്.
ഉപ്പ് നല്ലത് തന്നെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തെന്നുകൊണ്ട് അതിന് രസം വരുത്താം. മത്തായി സുവിശേഷത്തിൽ ചോദിച്ച അതേ ചോദ്യം തന്നെ ലൂക്കോസ് സുവിശേഷത്തിലും ചോദിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ചോദ്യം ലൂക്കോസ് സുവിശേഷത്തിൽ ആവർത്തിച്ച് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് തൊട്ട് മുൻപിലുള്ള വാക്യം നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതേ അധ്യായത്തിന്റെ തന്നെ 33-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഇത് പറഞ്ഞതിന് ശേഷമാണ് യേശു ഉപ്പിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ സത്യത്തിൽ ആരാണ് ഉപ്പ്? അത് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമേ ഉപ്പായിരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യേശു നമ്മളെ നോക്കി നിങ്ങൾ ഉപ്പാകുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥമായി തിരിച്ചറിയേണ്ട ഒരു സത്യം എന്ന് പറയുന്നത്, ഞാൻ യേശുവിൻ്റെ ശിഷ്യനായി അനുഗമിപ്പാൻ സകലത്തെയും വേർപെട്ട് വിട്ടുപിരിഞ്ഞ് ഇരിക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഒരു സെപ്പറേഷൻ ഉള്ളവന് മാത്രമേ നല്ല ഉപ്പായി മാറാൻ കഴിയുകയുള്ളൂ. ഒരു സെപ്പറേഷൻ ഉള്ളവന് മാത്രമേ യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. ഒരു നല്ല ശിഷ്യനായെങ്കിൽ മാത്രമേ എൻ്റെ സ്വഭാവത്തെ എനിക്ക് പുറത്ത് കാണിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരു ശിഷ്യനായി മാറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ നല്ലൊരു ഉപ്പായി മാറും. എന്തിനൊക്കെയാണ് വിട്ടുപിരിയേണ്ടത്? ഈ ലോകത്തോട് അനുരൂപമാകാതെ ലോകസ്നേഹത്തോടോ ഭൗതികമായ ആഗ്രഹങ്ങളോടോ ചിന്തകളോടോ അത് എന്ത് തന്നെയാകട്ടെ, അപ്പനെയും അമ്മയെയും വിട്ടുപിരിയാത്ത ഒരുവന് ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയുകയില്ലെന്ന് തന്നെ യേശു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തിനെയാണോ വിട്ടുപിരിയേണ്ടത് അതിൽ നിന്നൊരു സെപ്പറേഷൻ എൻ്റെ ലൈഫിൽ സംഭവിക്കുമെങ്കിൽ ഞാൻ നല്ലൊരു ഉപ്പായി മാറുക മാത്രമല്ല, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് എൻ്റെ രസത്തെ പുറത്തെടുക്കുവാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് സത്യം. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ എനിക്ക് പ്രയോജനമുള്ളവനായി ഞാൻ ജീവിക്കുന്നതിനപ്പുറത്ത് ഞാൻ കാരണം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ സ്വഭാവം മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നതായി മാറട്ടെ. ഞാൻ പുറത്തു കൊണ്ടുവരുന്ന എൻ്റെ വാക്കിലൂടെ, ചിന്തകളിലൂടെ, പ്രവർത്തികളിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുവാനും സമാധാനം ആഗ്രഹിക്കുന്നവരിലേക്ക് എൻ്റെ ജീവിതാനുഭവങ്ങൾ എത്തുവാനും ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഉപ്പിന് വിലയുണ്ട്. അത് പുറത്തിട്ട് ചവിട്ടിക്കളയാനുള്ളതല്ല. അതുകൊണ്ട് പ്രയോജനമുള്ളതുപോലെ എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ പ്രയോജനമുള്ളവനായി, പ്രയോജനം ഉള്ളവളായി മാറാൻ എന്നെ അനുവദിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയുമോ? വെറും ഒരു ഉപ്പായി മാറാനല്ല ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നല്ല രസത്തെ പുറത്തെടുക്കുന്ന നല്ല ഉപ്പായി മാറാൻ നമുക്ക് കഴിയണം. ഒരു ഉപ്പിനല്ല പ്രത്യേകത, ഉപ്പ് പുറത്തു കൊണ്ടുവരുന്ന ടേസ്റ്റിനാണെങ്കിൽ ഞാൻ ആരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയട്ടെ. എൻ്റെ സ്വഭാവം കൊണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നിലുള്ള രുചി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സംസാരം കൊണ്ടും ജീവിതത്തിൻ്റെ പ്രതികരണം കൊണ്ടും അരുചിയായി പലർക്കും അനുഭവിക്കാൻ കഴിയുമ്പോൾ, അല്ലല്ല, ഞാൻ എനിക്ക് അനുഗ്രഹമാകുന്നതിനപ്പുറത്ത്, ഞാൻ എൻ്റെ ഗുണം ആഗ്രഹിക്കുന്നതിനപ്പുറത്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാൻ, മറ്റുള്ളവർക്ക് നന്മയായി മാറാൻ എൻ്റെ ജീവിതം കൊണ്ട് മാറട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുമോ? നാം ഭൂമിയുടെ ഉപ്പായി മാറാൻ തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് നാം യഥാർത്ഥ ശിഷ്യരായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു സെപ്പറേഷന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ജീവിതത്തിൽ ഈ ലോകത്തിന് അനുരൂപപ്പെടാത്ത മേഖലയിലേക്ക് ഞാൻ മാറുകയും എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ തൃപ്തി പ്രാപിക്കുന്ന, മറ്റുള്ളവർ അനുഗ്രഹം പ്രാപിക്കുന്ന, മറ്റുള്ളവർ രുചി ആസ്വദിക്കുന്ന മേഖലയിലേക്ക് എൻ്റെ സ്വഭാവത്തെ, എൻ്റെ അകത്തിരിക്കുന്ന കാരത്തെ പുറത്തെടുക്കുന്ന അനുഭവത്തിൽ എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നല്ലൊരു ഉപ്പായി മാറി നിങ്ങളുടെ കാരത്തെ, ടേസ്റ്റിനെ പുറത്തെടുക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് ദൈവം നിങ്ങളെ മാറ്റട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.